നവകേരള സദസ്സ് ഒരു വൻ പരാജയമായിരുന്നു എന്ന എം ഹസൻ മാധ്യമങ്ങളോട് പറയുന്നു. UDF കൺവീനറായ എം ഹസൻ ഇന്ന് കോൺഗ്രസിന്റെ അടുത്ത ചുവടുകളെ പറ്റി മാധ്യമങ്ങളോട് ചർച്ച ചെയ്യവെയാണ് ഈ കാര്യം വ്യക്തമാക്കിയത്. നവകേരള സദസ്സിന് വന്നിരുന്ന പരാതികളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ ഇപ്പോഴും 7 ലക്ഷത്തിൽ പരം പരാതികൾ പരിഹരിക്കാതെ തങ്ങി നിൽക്കുകയാണ്. എങ്ങോട്ടാണ് ഈ സർക്കാരിന്റെ പോക്ക്? സർക്കാർ ആരെയാണ് ഇവിടെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്? പൗരാണികരുടെയും വലിയ നേതാക്കന്മാരുടെയും ഒക്കെ പരാതികൾ മാത്രമാണ് പരിഹരിച്ചിട്ടുള്ളത്. സാധാരണക്കാരന് നവകേരള സദസ്സിൽ യാതൊരു ഇടവുമില്ലായിരുന്നു എന്ന് വ്യക്തമായി എം ഹസൻ മാധ്യമങ്ങളോട് പറയുന്നു. നവകേരള സദസ്സ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നതായിരുന്നു എം ഹസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നവകേരള സദസ്സ് സാധാരണക്കാരന്റെ പരാതി കേട്ടിട്ടില്ല, സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടില്ല, ഈ നാട്ടിലെ വികസനത്തിനെ പറ്റിയ കോട്ടങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല, വികസന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല, സാധാരണക്കാരന്റെ കർഷകന്റെ വൃദ്ധവയോധികരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിട്ടില്ല. സാധാരണക്കാരനെ അഭിസംബോധന ചെയ്യുന്ന ഒന്നും തന്നെ സർക്കാർ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. മന്ത്രിമാരാരും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി തീരെയും പറഞ്ഞിട്ടില്ല. ആകെ പറയുന്നത് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നതും പ്രതിപക്ഷത്തെ, അതായത് കേരളത്തിലെ പ്രതിപക്ഷത്തെ, VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും മാത്രമാണ് സർക്കാർ ചെയ്തത്. പേര് നവകേരള സദസ്സ് എന്നാണെങ്കിൽ പോലും ഇത് പ്രചാരണത്തിന് വേണ്ടിയുള്ള, സ്വന്തം പാർട്ടിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രചാരണത്തിന് വേണ്ടിയുള്ള കള്ളത്തരങ്ങൾ പറയുന്ന വേദി മാത്രമായിരുന്നു 140 മണ്ഡലങ്ങളിലും നടന്ന നവകേരള സദസ്സിലൂടെ LDF ലക്ഷ്യം വെച്ചത്, CPIM ലക്ഷ്യം വെച്ചത് എന്നാണ് എം ഹസൻ പറയുന്നത്. സർക്കാർ മുന്നോട്ട് വെച്ച വികസന പൊള്ളത്തരങ്ങളെ, കള്ളത്തരങ്ങളെ, കാപട്യങ്ങളെ എല്ലാം തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് നവകേരള സദസ്സ് കടന്നുപോയ 140 മണ്ഡലങ്ങളിലൂടെയും കുറ്റവിചാരണ സദസ്സുമായി കോൺഗ്രസ് എത്തിയത്. അതിന് വൻ സ്വീകരണമായിരുന്നു ലഭിച്ചത്. ജനുവരി 31 140 മണ്ഡലങ്ങളിലും കുറ്റവിചാരണ സദസ്സ് നടത്തി ഈ സർക്കാരിന്റെ കൊള്ളത്തരങ്ങളെ, ഈ സർക്കാരിന്റെ പൊള്ളത്തരങ്ങളെ, ഈ സർക്കാരിന്റെ കാപട്യങ്ങളെ തുറന്നു കാണിക്കുമെന്ന് എം ഹസൻ വ്യക്തമാക്കുന്നു. കോൺഗ്രസ് അതിന്റെ ശക്തി ആർജിച്ചു വരികയാണ്. ഇന്ത്യ മുന്നണി സഖ്യമൊക്കെ അതിന്റെ തെളിവാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് ഇന്ത്യൻ സഖ്യകക്ഷി എത്തും എന്നത് പറയാതെ പറയുകയാണ് എം ഹസൻ. ഈ മാസം 25-ാം തീയതി മുതൽ ഉഭയകക്ഷികളുമായുള്ള ചർച്ചകൾ ആരംഭിക്കും. ആ ചർച്ചയിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. യാതൊരു തർക്കങ്ങളും അതിനുണ്ടാകില്ല. യാതൊരു ഭിന്നിപ്പുമില്ലാതെ ഒത്തൊരുമയോടുകൂടി ഒറ്റക്കെട്ടായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതെന്നും എം ഹസൻ പറയുന്നു. വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാണ്, പക്ഷെ വീഴ്ചകൾക്ക് തയ്യാറല്ല എന്ന വ്യക്തമായ നിലപാടും എം ഹസൻ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് ശബരിമല വിഷയമായിരുന്നു. അത്തരത്തിൽ മറ്റൊരു വിഷയം ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ആ വിഷയം അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പരാജയപ്പെട്ടു പോയ സർക്കാരിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങളാണ്. ആ വിഷയം, അതായത് ഇത്തവണത്തെ ശബരിമല വിഷയം കോൺഗ്രസിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അവസരമാണോ, ആ അവസരം നിങ്ങൾ ഒരുക്കിയെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയും എം ഹസൻ നൽകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ തവണയും ഒരു അവസരം ഒരുക്കിയെടുത്തതല്ല, സർക്കാർ അതിന്റെ തെറ്റായ നയങ്ങളിലൂടെ തന്ന അവസരങ്ങളായിരുന്നു. ഇത്തവണയും സർക്കാർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇത് നിങ്ങൾ സർക്കാരിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് അവർ ഒരുക്കുന്ന അവസരമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേടുകൾ കാണിക്കുന്നത്? എന്തിനാണ് അവിടെ ആ തിരക്കിനെ സജ്ജീകരിക്കുവാൻ, ആ തിരക്കിനെ കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടുകൂടി സ്വാമിമാരെ, ശാസ്താവിനെ കാണിക്കുവാനുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കാതെ വലിയ സമ്മർദ്ദത്തിലേക്ക് സ്വയം വീഴുന്നത് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ ഇടതുപക്ഷ നേതാക്കന്മാരോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുമാണ് ചോദിക്കേണ്ടത് എന്ന കൃത്യമായ മറുപടി മാധ്യമപ്രവർത്തകന് എം ഹസൻ നൽകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മന്ത്രിമാര് നടത്തിയ അദാലത്തിൽ അവിടെ വന്ന പരാതികളും ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ 7 ലക്ഷം ഫയലുകൾ തീർപ്പാക്കാനുണ്ട്. എന്തിനാണ് ഈ നവകേരള സദസ്സ് നടത്തിയത്? രാഷ്ട്രീയ പ്രചരണമാണ്. അതോടൊപ്പം പ്രമാണിമാര് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളായിരിക്കാം പരാതി പറഞ്ഞത്. സാധാരണക്കാരന്റെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമല്ല നവകേരള യാത്രയും സദസ്സും എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായി കഴിയും. ഈ നവകേരള സദസ്സിനെ എതിർത്ത പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുക എന്നതാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗത്തിൽ ഞങ്ങൾക്ക് മുഴങ്ങിക്കേട്ട കാര്യം. അപ്പൊ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റവിചാരണ സദസ്സ് ഞങ്ങൾ ഈ ഗവൺമെന്റിന്റെ അഴിമതി, അക്രമം, കെടുകാര്യസ്ഥത, ജനദ്രോഹം, ഇത് ജനങ്ങളെ അറിയിക്കാനുള്ള ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെയായിരുന്നു. ആ നിലയ്ക്ക്
കുറ്റവിചാരണ സദസ്സുകൾ വിജയകരമായിരുന്നു. ഞങ്ങൾ നവകേരള സദസ്സിന്റെ ഇതിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉയർത്തുന്ന ഈ വികസനത്തിന്റെ പൊള്ളത്തരവും അവരുടെ ജനക്ഷേമത്തിന്റെ പൊള്ളത്തരവും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണം തന്നെയായിരുന്നു ഞങ്ങളുടെ കുറ്റവിചാരണ സദസ്സ്. ആ നിലയ്ക്ക് ഞങ്ങൾക്ക് ആ കുറ്റവിചാരണ സദസ്സിന്റെ ഫലം ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. കോൺഗ്രസ് എല്ലാ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടിയും വീഴ്ചയ്ക്ക് തയ്യാറാവില്ലല്ലോ. അതൊക്കെ എപ്പോഴാ ചേർന്നത്? അതെ. അത് ഈ യാത്രക്കിടയിലൊന്നും അല്ലല്ലോ. അതെല്ലാം വളരെ ഗുരുതരമായി അവിടെ ക്രൗഡ് ഒരു തലത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒരു 10 വയസ്സായ പിഞ്ചു കുട്ടി ആൾക്കൂട്ടത്തിൽ മരിച്ചതിന് ശേഷമാണ് അവിടെ നിന്നാണ് അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. ഇത് പണ്ടങ്ങനെയല്ലല്ലോ. ഈ ശബരിമല സീസൺ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് 2 മാസം മുമ്പ് മുഖ്യമന്ത്രി പോകും, മന്ത്രിമാര് പോകും. തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. KSRTC, PWD, പോലീസ് ഇതെല്ലാം സംയുക്തമായി എത്ര യോഗങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ശബരിമലയോട് മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയനും ഗവൺമെന്റിനുമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഭക്തജനങ്ങൾക്കറിയാം. ഇതെങ്ങനെ ഞങ്ങളാണോ വീട് കിട്ടിയത്? അവിടെ ഈ പോലീസ് നിയന്ത്രിക്കാനാവാതെ മുന്നൊരുക്കങ്ങൾ നടത്താതെ ഈ തരത്തിൽ ഇത്രയും അധികം ഒരു ഗുരുതരാവസ്ഥ ഉണ്ടാക്കിയത് ഞങ്ങളല്ല. അത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞങ്ങളോട് ഉണ്ടാക്കിയവരോടല്ലേ ചോദിക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാമോ എന്ന് അവരോട് ചോദിക്കണം. നവകേരള സദസ്സിനെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് UDF കൺവീനർ എന്ന പദവിയിൽ കൃത്യമായ നിലപാടും അറിയിച്ചു MM ഹസൻ. MM ഹസൻ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എത്തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും എന്നതടക്കമുള്ള കൃത്യമായ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി ചർച്ച ചെയ്തു. ഇനി അത് ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിന് ഗുണകരമാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.